ആശാനെ, ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ മഹാരാഷ്ട്ര കോൺഗ്രസുകാർ മൂക്കുകുത്തി വീണിടത്തു നിന്നും രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് നോക്കി പറയുന്നു. മഹാ അഘാടി സഖ്യത്തിന്റെ തലപ്പത്തു നിന്നും കുഴിയിലേക്ക് വീണ് തകർന്നടിഞ്ഞ അവിടുത്തെ കോൺഗ്രസിനേക്കാൾ കഷ്ടം ചെന്നിത്തലയുടെ അവസ്ഥയാണ്. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞിട്ടും കോൺഗ്രസിന്റെ അഹങ്കാരത്തിന് പക്ഷേ ഒരു കുറവുമില്ല. ഹരിയാന നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടു വീണിടം വിദ്യയാക്കും, കുറച്ച് അഭ്യാസമൊക്കെ പഠിക്കണം. പക്ഷെ ചെന്നിത്തല വീണിടം മാറിപ്പോയി. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ഈ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ചെന്നിത്തല 10 മാസം അവിടെ നങ്കൂരമിട്ട് നടത്തിയ പരിശ്രമങ്ങളെല്ലാം പാഴ്വേലയായി ജലരേഖയെ മാറി. ഹരിയാനയിലെ തോൽവിയുടെ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാണ് ചെന്നിത്തല തുടക്കത്തിലെ അവകാശവാദം ഉന്നയിച്ചത്. സംഭവം അവിടം കൊണ്ടും തീർന്നില്ല. അതെ, മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ചെന്നിത്തലയുടെ ആ തള്ളു വന്നു. മുഖ്യമന്ത്രി ആരാകുന്ന കാര്യത്തിൽ അത് ഫല പ്രഖ്യാപനത്തിന് ശേഷം മാത്രം സമവായം ഉണ്ടാക്കുമെന്നും അവിടുത്തെ മുഖ്യമന്ത്രി ആരാകുമെന്ന് താൻ തീരുമാനിക്കുമെന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആ മുഖ്യമന്ത്രി കസേരയൊക്കെ ആമ്പിള്ളേര് കൊണ്ടുപോയി. ചെന്നിത്തല അറിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് ലഭിച്ചത് അങ്ങനെ നാണം കെട്ട തിരഞ്ഞെടുപ്പുകളാണ്. ചെന്നിത്തലയ്ക്ക് അഭിമാനിക്കാൻ മറ്റൊന്നു കൂടിയുണ്ട്. സകോലി നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നാനാ പടോലെ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരുന്ന ആളാണ്. നാനാ പടോലെ വിജയിച്ചത് വെറും 208 വോട്ടുകൾക്കാണ്. അതാണ് ചെന്നിത്തലയുടെ പ്രവർത്തന പാഠവും. ബി.ജെ.പിയുടെ പുതുമുഖ സ്ഥാനാർത്ഥി അവിനാശ് ബ്രഹ്മാങ്കർ ആണ് തോൽപ്പിച്ചത്. 2009 ബി.ജെ.പി ടിക്കറ്റിലും പിന്നീട് 2019 കോൺഗ്രസ് ടിക്കറ്റിലും നാനാ പടോലെ വിജയിച്ച മണ്ഡലമാണിത്. 3ാം ഊഴത്തിലാണ് ഇക്കുറി ഇറങ്ങിയത്. പിടിച്ച് അവിടുത്തെ പ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ നാനാ പടോലെ ഇടയ്ക്ക് ബി.ജെ.പിയിൽ പോയെങ്കിലും അവിടെ കാറ്റും കോളും നിറഞ്ഞപ്പോൾ തിരിച്ചു വന്നതാണ്. എന്നിട്ടും ജയിച്ചത് കഷ്ടിച്ച്. പാർട്ടിക്ക് പോലും സംസ്ഥാന അധ്യക്ഷനെ വേണ്ട എന്നർത്ഥം. സ്വന്തം നാട്ടിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഈ തിരിച്ചടി നേരിട്ടതെന്നാണ് പാർട്ടിയെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവൈഎസ് അഘാഡിക്ക് അനുകൂലമായിട്ടാണ് മഹാരാഷ്ട്രയിലെ ജനത വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവൈഎസ് അഘാഡിയുടെ പ്രമുഖ നേതാക്കൾ അമ്പാടെ പരാജയപ്പെടുകയായിരുന്നു. ചെന്നിത്തല എന്താണ് പറയുന്നത്? ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തെ മഹാരാഷ്ട്ര ജനങ്ങൾ പോലും അംഗീകരിക്കില്ലെന്നാണ് ചെന്നിത്തല പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഫലം അവിശ്വസനീയമാണ്, ജനവികാരവുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല, അതുകൊണ്ട് ജനവിധിയെ സ്വീകരിക്കില്ലെന്നല്ല, തനിക്കതിന് കഴിയുന്നില്ല എന്ന് ചെന്നിത്തല പറയുന്നത്. ചെന്നിത്തല ഇനി അടുത്ത തട്ടകം എവിടെയെന്ന് നോക്കുകയാണ്. എന്തായാലും പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ഹിന്ദി ഭാഷ നന്നായി അറിയാവുന്ന ചെന്നിത്തലയെ AICC മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് ഇതേപോലെ കൂട്ട തോൽവിക്ക് നേതൃത്വം നൽകാൻ അയച്ചേക്കും.